5 പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ പൊട്ടിക്കരയുന്ന സഹപാഠികൾ. സങ്കടക്കടൽ കണ്ട് വിതുമ്പുന്ന മന്ത്രി വീണ ജോർജ്. ആലപ്പുഴ ടി.ഡി. മെഡിക്കൽ കോളേജിൽ കണ്ണീർ മാത്രം. ആലപ്പുഴ ടി.ഡി. മെഡിക്കൽ കോളേജിൽ എല്ലാ അർത്ഥത്തിലും നിശബ്ദയിലാണ്. ആദ്യവർഷ MBBS വിദ്യാർത്ഥികളിൽ 5 പേരാണ് കളർകോട്ടെ അപകടത്തിൽ മരിച്ചത്. ഇവരെല്ലാം ഒരുമിച്ച് പഠനം ആരംഭിച്ചിട്ട് 1.5 മാസം ആകുന്നേയുള്ളൂ. അതിനിടെ തന്നെ അവർക്കിടയിൽ സൗഹൃദത്തിൻ്റെ വൈഭെത്തി. കളിയും ചിരിയും പഠനവുമായി ക്യാമ്പസിനെ കീഴടക്കി. കോളേജിലെ 128ാം ബാച്ച് അടിച്ചു തിമിർക്കുമെന്ന് ഏവരും കരുതി. ആ കൂട്ടത്തിലെ 5 പേരാണ് കൊഴിഞ്ഞു പോകുന്നത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 6 പേർ ഇതേ ക്ലാസ്സിലെ സഹപാഠികളും. ആ ക്ലാസ്സിലെ ആർക്കും ദുഃഖം താങ്ങാനാകുന്നില്ല. അവർ കൂട്ടുകാരെ ഓർത്ത് വിതുമ്പിക്കരയുകയാണ്. പൊതുദർശനത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജും സങ്കടം സഹിക്കാനാകാതെ വിങ്ങിപ്പൊട്ടി. കളർകോട്ടെ അപകട വിവരമറിഞ്ഞ് പിന്നാലെ സഹപാഠികളും കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും ആലപ്പുഴ വണ്ടാനം ടി.ഡി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് കുതിച്ചെത്തി. കൂട്ടുകാരുടെ വിയോഗം അറിഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയും മുഖം കുനിച്ചിരുന്ന് തേങ്ങുന്നവരുടെയും കാഴ്ചകൾ മെഡിക്കൽ കോളേജിലെ എല്ലാവരെയും സങ്കടത്തിലാക്കി. കളർകോട് വാഹനാപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട സംഭവം അത്യന്തം വേദനാജനകമാണെന്ന് മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. 13 പേരുടെ സംഘമാണ് സിനിമയ്ക്ക് പോയത്. ഇതിൽ 11 പേർ ടവേരയിലായിരുന്നു, 2 പേർ ബൈക്കിലും. ആലപ്പുഴ ടി.ടി. മെഡിക്കൽ കോളേജിലെ ആദ്യവർഷ വിദ്യാർത്ഥികളായ 5 പേരാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിനു സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കളർകോട് കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ 5 പേർ മരിച്ചിരുന്നു. കനത്ത മഴയിൽ കാർ ഡ്രൈവറുടെ കാഴ്ച മങ്ങിയതാകാം അപകട കാരണമെന്ന് സംശയിക്കുന്നതായി മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കാർ ബസ്സിലേക്ക് വന്നിടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മഴയുണ്ടായിരുന്നതിനാലും വാഹനത്തിലെ ഓവർലോഡും കാരണം കാർ നിയന്ത്രണം തെറ്റി ബസ്സിലേക്ക് ഇടിച്ചു കയറിയെന്നാണ് നിഗമനം. സൂക്ഷ്മദർശിനി സിനിമ കാണാനുള്ള തിയേറ്റർ യാത്രയാണ് ദുരന്തമായി മാറിയത്. കാറിൻ്റെ മധ്യഭാഗമാണ് ബസ്സിൽ ഇടിച്ചത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 1-ാം വർഷ വിദ്യാർത്ഥികളായ 11 പേർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി 9:30 കളർകോട് ചങ്ങനാശ്ശേരി മുക്കിലായിരുന്നു അപകടം ഉണ്ടായത്. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വരികയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ വണ്ടാനം ഭാഗത്തു നിന്നുള്ള ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ടവേര കാറുമാണ് കൂട്ടിയിടിച്ചത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. കാർ 14 വർഷം പഴക്കമുള്ളതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ RTO KA ദിലു കാർ ഓടിച്ച വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. കാർ 14 വർഷം പഴക്കമുള്ളതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അമിത വേഗത എടുക്കാൻ പറ്റിയ സ്ഥലമല്ലായിരുന്നു. ഓവർലോഡ്, വാഹനത്തിൻ്റെ കാലപ്പഴക്കം, പ്രതികൂല കാലാവസ്ഥ, വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ പരിചയക്കുറവ് എന്നിങ്ങനെ പല ഘടകങ്ങൾ അപകടത്തിലേക്ക് നയിച്ചിരിക്കാമെന്നും RDO വ്യക്തമാക്കി. കൂടുതൽ പേർ വാഹനത്തിലുണ്ടായിരുന്നത് അപകടത്തിൻ്റെ ആഘാതം വർദ്ധിക്കുന്നതിന് കാരണമായി. ഇടിയുടെ ആഘാതം മുഴുവൻ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനത്തിലേക്ക് വന്നു. പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ വാഹനം തെന്നിമാറാതെ ചെരിഞ്ഞുപോയി ഇടിക്കുകയായിരുന്നു. വാഹനത്തിലെ ഓവർലോഡ് കാരണം തെറിച്ചു പോകാതെ ഇടിയുടെ ആഘാതം മുഴുവൻ ഉള്ളിലേക്ക് വരികയും അതാണ് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയതെന്നും RDO പറഞ്ഞു. തെറിച്ചു പോയിരുന്നെങ്കിൽ ആഘാതം കുറയുമായിരുന്നു. മഴ പെയ്തതും വാഹനം തെന്നിമാറാനുള്ള പ്രധാന കാരണമായി. ഡ്രൈവറുടെ പരിചയക്കുറവും കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. റെൻ്റ് എ ക്യാബ് സൗകര്യം കേരളത്തിലുണ്ട്. അത് നിയമപരമായിട്ടുള്ളതാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. സ്വകാര്യ വാഹനം വിട്ടുകൊടുത്തതാണ്. ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ്. 14 വർഷം പഴക്കമുള്ള വാഹനമായതിനാൽ തന്നെ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഈ വാഹനത്തിൽ ഇല്ല. അതിനാൽ തന്നെ പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ വീൽ ലോക്കായി. അങ്ങനെ സംഭവിച്ചാൽ വാഹനം ചെരിയും. ഇതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകും. പഴയ വണ്ടിയായതിനാൽ തന്നെ അമിത വേഗതയ്ക്കുള്ള സാധ്യതയില്ല. അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിക്കും. വണ്ടിയോടിച്ച വിദ്യാർത്ഥി പറയുന്നത് എന്തോ കണ്ട് വണ്ടി വെട്ടിച്ചെന്നാണ്. എന്നാൽ അത്തരമൊരു കാര്യം വ്യക്തമായിട്ടില്ല. റോഡിൽ ആളുണ്ടായിരുന്നുവെന്ന് തോന്നിയപ്പോൾ വലത്തോട്ട് വെട്ടിക്കുകയായിരുന്നുവെന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. ഇക്കാര്യം പരിശോധിക്കും. മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തു വന്നാലും ഇടത്തേക്ക് നീങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നു. റോഡിൽ വെളിച്ചത്തിൻ്റെ പ്രശ്നവും ഉണ്ടായിരുന്നു. മഴ നിന്നാലും മരത്തിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അതിനാൽ അവിടെ ജലപാളികൾ ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. ഇതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകുമെന്നും RTO വ്യക്തമാക്കി. മഴയുടെ ബുദ്ധിമുട്ട് അപകട കാരണമായെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്നും അപകട സാധ്യതയുള്ള സ്ഥലമെന്ന് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ക്രൈംബ്രാഞ്ച് DYSP സുനിൽ രാജ് വ്യക്തമാക്കി.